എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണ വിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗത്തിലെ 24, 25, 26 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. ഇന്ദ്രൻ്റെ സൈന്യം ശ്രീകൃഷ്ണനോട് പരാജയപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ ഇന്ദ്രൻ അവരെയൊക്കെ കളിയാക്കി എന്ന് പറഞ്ഞു. അതിനുശേഷം എന്താണ് ചെയ്യാൻ പോണത് എന്നുള്ളതാണ് കാണാൻ പോണത്. നമുക്ക് ആദ്യം 24ാമത്തെ ശ്ലോകം നോക്കാം. അഹം സമാരുഹ്യ ഗജാധിരാജം ഗത്വാ ഭവദ്ഭിഃ സഹ യുദ്ധഭൂമിം തം ദുർവിനീതം കുലിശോരഗസ്യ ഗ്രാസം കരിഷ്യാമി ബുഭുക്ഷിതസ്യ. നമുക്ക് പദങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അഹം സമാരുഹ്യ ഗജാധിരാജം ഗത്വാ ഭവദ്ഭിഃ സഹ യുദ്ധഭൂമിം തം ദുർവിനീതം കുലിശോരഗസ്യ ഗ്രാസം കരിഷ്യാമി ബുഭുക്ഷിതസ്യ. ഭവദ്ഭിഃ സഹ എന്നുള്ള ദിക്കിൽ മാത്രമേ പദച്ഛേദം ചെയ്യാനുള്ളൂ. ഇവിടെ ഇന്ദ്രൻ തൻ്റെ സൈന്യങ്ങളോട് എന്താണ് പറയണത് എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത് കവി. ഇന്ദ്രൻ പറഞ്ഞു തുടങ്ങുകയാണ്. അഹം ഗജാധിരാജം സമാരുഹ്യ ഭവദ്ഭിഃ സഹ യുദ്ധഭൂമിം ഗത്വാ. നിങ്ങൾ വീണ്ടും യുദ്ധത്തിന് ചെല്ലൂ. ഇപ്പോൾ പേടിച്ച് തിരിച്ചോടി വന്നിരിക്കുകയല്ലേ, വീണ്ടും നിങ്ങൾ യുദ്ധത്തിന് പോകൂ, ഞാനുണ്ടാവും കൂടെ. ഞാൻ എങ്ങനെയാണ് വരണത്? ആനപ്പുറത്ത് കയറിയിട്ടാണ്. ഇന്ദ്രൻ്റെ ആന ഏതായിരുന്നു? നമുക്കെല്ലാവർക്കും അറിയാം, ഐരാവതം. അപ്പോൾ കവി വർണ്ണിക്കുകയാണ്. അഹം, ഇന്ദ്രൻ പറയാണ്, ഞാൻ ഗജാധിരാജം സമാരുഹ്യ. ഗജ അധിരാജം, അതായത് ഗജങ്ങളിൽ വെച്ച് രാജാവായിട്ടുള്ള ആ ഐരാവതം. ഐരാവതത്തിൻ്റെ മുകളിൽ കയറിയിട്ട്, പുറത്ത് കയറിയിട്ട്, ഐരാവതത്തിൻ്റെ പുറത്ത് കയറിയിട്ടാണ് യുദ്ധത്തിനായിട്ട് ശ്രീകൃഷ്ണനുമായിട്ട് മത്സരിക്കാൻ വരണത്. സമാരുഹ്യ ഭവദ്ഭിഃ സഹ, നിങ്ങളുടെ കൂടെ തന്നെ, നിങ്ങളുടെ മുമ്പിൽ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് നിങ്ങളോടൊപ്പം തന്നെ ആനപ്പുറത്ത് കയറിയിട്ട് ഞാനും യുദ്ധത്തിനായിട്ട് വരാം. ഭവദ്ഭിഃ സഹ യുദ്ധഭൂമിം ഗത്വാ, യുദ്ധഭൂമിയിലേക്ക് വന്നിട്ട് തം ദുർവിനീതം, ആ ദുർവിനീതനെ, ഒട്ടും വിനയമില്ലാത്ത, ആരോടും എന്തും ചെയ്യുന്ന, അതാണല്ലോ. അപ്പോൾ ഇന്ദ്രനോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇന്ദ്രൻ്റെ ഉദ്യാനത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു വൃക്ഷമായിരുന്നു. എന്നിട്ടും പത്നി പറഞ്ഞപ്പോൾ അത് പറിച്ചെടുക്കുക തന്നെ ചെയ്തു. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിക്കുന്ന, ഒട്ടും വിനയമില്ലാത്ത ആ ശ്രീകൃഷ്ണനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ബുഭുക്ഷിതസ്യ കുലിശോരഗസ്യ ഗ്രാസം കരിഷ്യാമി. കുലിശ ഉരകം, കുലിശം എന്ന് പറഞ്ഞാൽ വജ്രായുധമാണ്. വലിയൊരു വാള്, അതുപോലെ തന്നെ ഉറുമി പോലെയാണ്. അതിങ്ങനെ നീണ്ടു കിടക്കുന്നൊരു വാളാണ്. അത് ചുഴറ്റിയിട്ടാണ് ഇന്ദ്രൻ എല്ലാവരെയും, ശത്രുക്കളെയൊക്കെ പേടിപ്പിക്കാറുള്ളത്, അവരെ വധിക്കാറുള്ളത്. ആ കുലിശത്തെ ഒരു ഉരകമായിട്ട്, ഇഴഞ്ഞു ചെല്ലുന്ന, ആക്രമിക്കുന്ന ഒരു പാമ്പായിട്ട്, പാമ്പിനെ പോലെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് കുലിശം. ഇന്ദ്രൻ പറയാണ്, എൻ്റെ കുലിശമാകുന്ന ആ സർപ്പത്തിൻ്റെ പോലെ വർത്തിക്കുന്ന, അതിങ്ങനെ എന്താണ്, ഇഴഞ്ഞിഴഞ്ഞു ചെന്ന് ആക്രമിക്കുന്നതായ, അങ്ങനെ നീണ്ടു കിടക്കുന്നതായ എൻ്റെ വജ്രായുധത്തിൻ്റെ കുലിശോരഗസ്യ, അതെങ്ങനെ ഇരിക്കണേ? ഇപ്പോൾ ബുഭുക്ഷിതസ്യ, അത് വിശന്നിരിക്കുകയാണ്. ആ കുലിശം എന്ന് പറഞ്ഞ ഉരകം ഇപ്പോൾ വിശന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് യുദ്ധങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഈ കുലിശം കൊണ്ടൊരു പ്രയോഗവും ഇല്ല. അതുകൊണ്ട് ആരെയും വധിക്കാനും സാധിക്കില്ല. ആരെയും കൊല്ലാത്തിടത്തോളം ആ വാളിന്, കുലിശത്തിന് വിശപ്പാണ് എന്ന് കവി വർണ്ണിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രൻ സൈന്യങ്ങളോട് പറയാണ്, കുറേ കാലമായിട്ട് പണിയൊന്നും എടുക്കാതിരിക്കുന്ന, വിശന്ന് വലഞ്ഞിരിക്കുന്ന എൻ്റെ കുലിശത്തിന് ഒരു പണി കിട്ടും. ആ കുലിശം വീശിക്കൊണ്ട്, വജ്രായുധം വീശിക്കൊണ്ട് ഞാൻ ആ കൃഷ്ണനെ ഒരു പാഠം പഠിപ്പിക്കും. അതാണ് ബുഭുക്ഷിതസ്യ കുലിശോരഗസ്യ ഗ്രാസം കരിഷ്യാമി. ആ കുലിശോരകത്തിന് കഴിക്കാനുള്ള, വിഴുങ്ങാനുള്ളൊരു വസ്തുവായിട്ട് ശ്രീകൃഷ്ണനെ ഞാനിതാ മാറ്റാൻ പോവുകയാണ്. ഗ്രാസം എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക എന്നാണ് അർത്ഥം. പാമ്പാണല്ലോ, പെരുമ്പാമ്പുകൾ, മലമ്പാമ്പുകൾ വിഴുങ്ങുക ചെയ്യുക. അതുപോലെ എൻ്റെ വജ്രായുധം എന്ന പെരുമ്പാമ്പ് ശ്രീകൃഷ്ണനെ വൈകാതെ തന്നെ വിഴുങ്ങുക, അല്ലെങ്കിൽ വെട്ടിക്കൊല്ലാനാണ് പുറപ്പെടുന്നത്. അതിനാണ് ഞാൻ ഇതിനെ പറഞ്ഞയക്കുന്നത് എന്ന് പറഞ്ഞ ദേവന്മാരെ പിന്നെയും യുദ്ധത്തിനായിട്ട് പറഞ്ഞയക്കുകയാണ് ഇന്ദ്രൻ ചെയ്യണത്. ഇനി നമുക്ക് 25ാമത്തെ ശ്ലോകം നോക്കാം. പ്രോത്സാഹിതാസ്തേ നമുജിദ്വിഷൈവം ജഗ്മുസ്സുരാജാതരണാഭിലാഷ സവാരണസ്കന്ധഗത സ്വയം ച നിർഗത്യതസ്ഥൗ കുലിശോഗ്രപാണി. ആദ്യം പദച്ഛേദം പറയാം. പ്രോത്സാഹിതാഃ തേ നമുജിദ്വിഷാ ഏവം ജഗ്മുഃ സുരാः ജാതരണാഭിലാഷാः സ
വാരണസ്കന്ധഗത സ്വയം ച നിർഗത്യ തസ്ഥൗ കുലിശോഗ്രപാണി. ശ്ലോകത്തിൽ സാ വാരണസ്കന്ധഗത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇന്ദ്രനെ പറ്റിയിട്ടാണ് പറയണത് എന്നുള്ളത് കൊണ്ട് പുല്ലിംഗമാണ് പ്രയോഗിക്കേണ്ടത്. സാ എന്നുള്ളത് അവൾ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ സ്ത്രീലിംഗ പദമാണ്, അതല്ല വേണ്ടത്. അച്ചടിച്ചപ്പോൾ വന്ന എന്തെങ്കിലും തെറ്റുകളായിരിക്കും. സവാരണസ്കന്ധഗത ഇന്ദ്ര, ഇന്ദ്രനെ പറ്റിയിട്ടാണ് ഇവിടെ ആനപ്പുറത്ത് കയറിയ ഇന്ദ്രൻ എന്ന് പറയുകയാണ് ചെയ്യണത്. നമുക്ക് അന്വയത്തിലേക്ക് കടക്കാം. നമുചിദ്വിഷ ഏവം പ്രോത്സാഹിതാഹ. നമുജി എന്ന പേരുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരനെ വധിച്ചത് ഇന്ദ്രനാണ്. അതുകൊണ്ട് ഇന്ദ്രന് നമുചിദ്വിട്ട് എന്ന് പേരുണ്ട്. വൃത്രഹൻ, വൃത്രഹ എന്നൊക്കെ പറയണത് പോലെ വൃത്രൻ എന്ന പേരുള്ള അസുരനെ വധിച്ചത് കൊണ്ട് ഇന്ദ്രന് വൃത്രാരി അല്ലെങ്കിൽ വൃത്രഹ എന്നൊക്കെ പേര് വന്നതുപോലെയാണ് ഇവിടെയും നമുചിദ്വിട്ട് എന്ന് പേര് വന്നത്. നമുചിദ്വിഷ എന്ന് പറഞ്ഞാൽ നമുചിദ്വിട്ട് എന്നുള്ള പദത്തിൻ്റെ തൃതീയ ഏകവചനം ഇന്ദ്രനാൽ എന്നർത്ഥം. ആ ഇന്ദ്രനാൽ ഏവം പ്രോത്സാഹിതാഹ, ഇപ്രകാരം പ്രോത്സാഹിപ്പിക്കപ്പെട്ടവരായ ദേവഗണങ്ങൾ. ഇന്ദ്രൻ ഇങ്ങനെ പലതും പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ആ ദേവഗണങ്ങളൊക്കെ എന്ത് ചെയ്തു? പ്രോത്സാഹിതാഹ, ഉത്സാഹം വർദ്ധിച്ചു വന്നവരായിട്ടുള്ള ആ ദേവസേന ജാതരണാഭിലാഷാഹ തേ സുരാഹ. അപ്പോൾ അവർക്ക് ഇന്ദ്രൻ്റെ ഒരു സഹായം, സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ യുദ്ധത്തിനായിട്ട് പുറപ്പെടാം, ഒന്നുകൂടിയും ആക്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ച് അവിടേക്ക് യുദ്ധഭൂമിയിലേക്ക് വരികയാണ്. അതാണ് ജാത രണാഭിലാഷാഹ. രണാഭിലാഷം, യുദ്ധം ചെയ്യാനുള്ള മോഹം, അത് വർദ്ധിച്ചു വന്നവരായിട്ട് തേ സുരാഹ, ആ ദേവന്മാർ ജഗ്മു, വീണ്ടും യുദ്ധഭൂമിയിലേക്ക് ശ്രീകൃഷ്ണൻ്റെയൊക്കെ അടുത്തേക്ക് ചെന്നു എന്നർത്ഥം. എന്നിട്ടോ വാരണസ്കന്ധഗത കുശലോഗ്രപാണി സ സ്വയം ച നിർഗത്യ തസ്ഥൗ. ഇന്ദ്രനാകട്ടെ എങ്ങനെയാണ് പോയത്? വാരണസ്കന്ധഗത, വാരണം ആനയാണ്, ഐരാവതം എന്നർത്ഥം. ഐരാവതത്തിൻ്റെ സ്കന്ധത്തിൽ, സ്കന്ധം എന്ന് പറഞ്ഞാൽ മുതുകിലെ പുറത്ത് കയറി ഇരുന്നിട്ട്, അങ്ങനെ ആനപ്പുറത്ത് കയറി ഇരുന്ന് യുദ്ധത്തിനായിട്ട് പോവുകയാണ്. അതാണ് വാരണസ്കന്ധഗത കുലിശോഗ്രപാണി. മാത്രമല്ല കുലിശം കൊണ്ട് ഉഗ്രമായ ഹസ്തത്തോടു കൂടിയവൻ. ഏറ്റവും ഉഗ്രമായിട്ടുള്ള ഒരു ആയുധമാണ് വജ്രം. ആ വജ്രായുധം പിടിച്ചത് കൊണ്ട് ഇന്ദ്രൻ്റെ കയ്യും വളരെ ഉഗ്രമായിരുന്നു എന്ന് കവി പറയാണ്. അതാണ് കുലിശ ഉഗ്രപാണി സഹ സ്വയം, ആ ഇന്ദ്രൻ സ്വയം എന്തു ചെയ്തു? നിർഗത്യ തസ്ഥൗ, അവിടേക്ക് പുറപ്പെട്ടു. ആ യുദ്ധം എവിടെയാണോ നടന്നത്, ദേവന്മാരും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും ഗരുഡനും ഒക്കെ കൂടിയിട്ട് എവിടെ വെച്ചാണോ യുദ്ധം നടന്നത് അവിടേക്ക് പുറപ്പെട്ടു എന്ന് കവി വർണ്ണിക്കുകയാണ്. നമുക്ക് 26-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. യാവത് ഗരുദ്മാനുദയുക്തയോദ്ധും വികാരഭീമേന മുഖേന ഭൂയ താവത് സ്വഹസ്തച്യവമാനശസ്ത്ര പുരം ജഗാഹേ പുരുഹൂതസേന. ആദ്യം പദച്ഛേദം പറയാം. യാവത് ഗരുത്മാൻ ഉദയുക്ത യോദ്ധും വികാരഭീമേന മുഖേന ഭൂയ താവത് സ്വഹസ്തച്യവമാനശസ്ത്ര പുരം ജഗാഹേ പുരുഹൂതസേന. എപ്പോഴാണോ അപ്പോൾ എന്നാണ് ഇവിടെ അന്വയിക്കുമ്പോൾ പറയേണ്ടത്. യാവത് എപ്പോഴാണോ, ഭൂയഹ വീണ്ടും, അതായത് ഇനി ഗരുഡനെ പറ്റി പറയാൻ പോവുകയാണ്. ഒരു തവണ തോൽപ്പിച്ചിട്ട് ദേവന്മാരെയൊക്കെ പറഞ്ഞയച്ചതാണല്ലോ, അവർ വീണ്ടും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഗരുഡൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഗരുഡനാകെ ദേഷ്യം വന്നു. അതാണ് ഭൂയ വികാരഭീമേന മുഖേന, വീണ്ടും വികാരം, വികാരം എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദേഷ്യം വന്നതുകൊണ്ട് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഭീമാകാരമായിട്ടുള്ള മുഖത്തോടു കൂടിയവനായിട്ട്, അതാണ് വികാരഭീമേന മുഖേന, മുഖം വളരെ വികൃതമായി. ഇപ്പോൾ ഇവരെയൊക്കെ ഓടിച്ചല്ലേ ഉള്ളൂ, പിന്നെയും യുദ്ധത്തിന് വന്നിരിക്കണോ, തോറ്റിട്ട് വീണ്ടും തോൽവി പിണയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പുറപ്പെടുമോ എന്നുള്ള രീതിയിലൊക്കെ മുഖം വളരെ ക്രുദ്ധമാക്കിയിട്ടുള്ള ഗരുഡൻ. ആ ഗരുഡൻ എന്ത് ചെയ്തു? ഗരുത്മാൻ, ഗരുഡൻ യോദ്ധും ഉദയുക്ത താവത്, വീണ്ടും ഈ ദേവസൈന്യങ്ങളോട് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ, യോദ്ധും ഉദയുക്ത, ഉദയുക്ത എന്ന് പറഞ്ഞാൽ അതിനായിട്ട് ഉദ്യുക്തവാൻ, അതിനായിട്ട് പ്രയത്നിച്ചപ്പോൾ, താവത് അപ്പോൾ, സ്വഹസ്തച്യവമാനശസ്ത്രാഹ പുരുഹൂതസേന, സ്വന്തം കൈകളിൽ നിന്ന് ആയുധങ്ങൾ താഴേക്ക് വീണുപോയതായ, അതാണ് സ്വഹസ്തച്യവമാന ശസ്ത്ര, ദീർഘം മാത്രം മതി, വിസർഗം വേണ്ട. തൻ്റെ കയ്യിൽ നിന്നും, അവരവരുടെ കയ്യിൽ നിന്നും ഊർന്നു വീണതായ, പേടി കൊണ്ട് കയ്യിൽ നിന്നും താഴെ വീണുപോയ ആയുധങ്ങളോട് കൂടിയ
പുരുഹൂതസേന, പുരുഹൂതൻ്റെ ഇന്ദ്രൻ്റെ സൈന്യം പുരം ജഗാഹേ, പുരം എന്ന് പറഞ്ഞാൽ സ്വന്തം നഗരം, കൊട്ടാരത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, ജഗാഹേ തിരിച്ചുപോയി, പേടിച്ചു പോയി ഒളിച്ചു. ഒരു തവണ തോറ്റോടിയതാണ്, രണ്ടാമത് വന്നപ്പോഴും തോൽക്കുമെന്നുള്ള പേടി അവർക്ക് എല്ലാവർക്കും ഉണ്ടായി. അതുപോലെയായിരുന്നു ഗരുഡൻ്റെ യുദ്ധാരംഭം. അത് കണ്ടതോട് കൂടിയിട്ട് ദേവന്മാരൊക്കെ പേടിച്ചു പോയി ഒളിച്ചു എന്നാണ് കവി വർണ്ണിക്കുന്നത്. നമുക്ക് ഇന്നത്തെ 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. അഹം സമാരുഹ്യ ഗജാധിരാജം ഗത്വാ ഭവദ്ഭിः സഹ യുദ്ധഭൂമിം തം ദുർവിനീതം കുലിശോരഗസ്യ ഗ്രാസം കരിഷ്യാമി ബുഭുക്ഷിതസ്യ പ്രോത്സാഹിതാസ്തേന മുചിദ്വിഷൈവം ജഗ്മുസ്സുരാജാതരണാഭിലാഷ സാ വാരണസ്കന്ധഗതഃ സ്വയം ച നിർഗത്യ തസ്ഥൗ കുലിശോഗ്രപാണി യാവദ്ഗരുദ്മാനുദയുങ്ക്തയോദ്ധും വികാരഭീമേന മുഖേന ഭൂയ താവത് സ്വഹസ്തച്യവമാനശസ്ത്ര പുരം ജഗാഹേ പുരുഹൂതസേന. അങ്ങനെ ഇന്ദ്രൻ്റെ സൈന്യങ്ങൾ പിന്നെയും പോയി ഒളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിർത്തുന്നത്. ഇനി ഇന്ദ്രൻ്റെ ആക്രമണങ്ങളാണ് അടുത്ത ശ്ലോകങ്ങളിൽ വരുന്നത്. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.